കഴിഞ്ഞ 10 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും വികസിത ഭാരതം സാക്ഷാത്കരിക്കാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തും രാഷ്ട്രപതി ദ്രൗപദി മുർമു മൂന്നാം തവണയും സർക്കാരിൽ ജനങ്ങൾ വിശ്വാസം അർപ്പിച്ചെന്നും പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി പറഞ്ഞു. നീറ്റ് പരീക്ഷാ ക്രമക്കേട്, അഗ്നിവീർ പദ്ധതി, മണിപ്പൂർ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രസംഗത്തിനിടെ പ്രതിപക്ഷം പലവട്ടം പ്രതിഷേധിച്ചു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിനായി 10 വർഷമായി തുടരുന്ന പ്രവർത്തനങ്ങൾക്ക് പുതിയ സർക്കാർ തുടർച്ചയുറപ്പാക്കുമെന്ന സന്ദേശമായിരുന്നു രാഷ്ട്രപതിയുടെ അഭിസംബോധന. സാമ്പത്തിക രംഗത്തിന്റെ അതിവേഗ വളർച്ച, 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിച്ചത്, കാർഷിക രംഗത്ത് കാലത്തിനനുസൃതമായ പരിഷ്കരണം, സൈന്യത്തിന്റെ ആധുനികവൽക്കരണം, വനിതാ സംവരണ നിയമം, അടിസ്ഥാന സൌകര്യ വികസനത്തിലുണ്ടായ മുന്നേറ്റം തുടങ്ങിയവ പ്രധാന ഭരണ നേട്ടങ്ങളായി രാഷ്ട്രപതിയുടെ പ്രസംഗത്തിൽ നിറഞ്ഞു. मेरी सरकार ने 10 वर्षों से सेवा और सुशासन का जो मिशन चलाया है, ये उस पर मुहर है. भारत की विकसित बनाने का काम बिना रुके चलता रहे और भारत अपने लक्ष्यों की प्राप्ति करते रहे. പുതിയ ബജറ്റിൽ ചരിത്രപരമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നും രാഷ്ട്രപതി വ്യക്തമാക്കി. പൌരത്വ നിയമ ഭേദഗതിയിലൂടെ പൌരത്വം ലഭിച്ചവരുടെ കുടുംബത്തിന് മികച്ച ഭാവിയും രാഷ്ട്രപതി ആശംസിച്ചു. കോൺഗ്രസിനെ ലക്ഷ്യമാക്കി അടിയന്തരാവസ്ഥയെയും രാഷ്ട്രപതി വിമർശിച്ചു. 25 जून 1975 को लागू हुआ आपातकाल संविधान पर सीधे हमले का सबसे बड़ा और काला अध्याय था, लेकिन ऐसी असंवैधानिक ताकतों पर देश ने विजय प्राप्त करके दिखाया, क्योंकि भारत के मूल में गणतंत्र की परंपराएं रही है. വടക്ക് കിഴക്കൻ മേഖലയെക്കുറിച്ചുള്ള പ്രസംഗത്തിനിടെയാണ് പ്രതിപക്ഷം മണിപ്പൂർ വിഷയം ഉയർത്തിയത്. നീറ്റ് പരീക്ഷാ വിവാദത്തിനിടെ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ നിയമം കൊണ്ടുവന്നുവെന്ന രാഷ്ട്രപതിയുടെ പ്രഖ്യാപനത്തിലും പ്രതിപക്ഷ പ്രതിഷേധമുയർന്നു. സുരക്ഷ और समृद्धि में विश्वास, सरकार की गारंटी और डिलीवरी पर विश्वास. നാളെയും തിങ്കളാഴ്ചയുമായാണ് നന്ദി പ്രമേയ ചർച്ച നടക്കുക. റിപ്പോർട്ടർ, ദില്ലി.